ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആരാണ് ഞാൻ? ഒപ്പമുണ്ടായിരുന്ന ആയിരക്കണക്കിന് ബീജാണുക്കളെ തോൽപ്പിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ കാത്തിരുന്ന അണ്ടാണുവിനോട് ഒത്തുചേർന്ന് വിജയിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. ഒരിക്കലും കടന്നു പോകാനാവില്ലെന്ന് കരുതിയ ഇടവഴിയിലൂടെ ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണു. കമിഴ്ന്ന് കിടക്കുവാൻ ശ്രമിക്കുമ്പോൾ തലയടിച്ച് വീണിട്ടും കുഞ്ഞിക്കൈകളും കുഞ്ഞിക്കാലുകളും വഴങ്ങാതിരുന്നിട്ടും ഞാൻ തോറ്റില്ല. വീണ്ടും വീണ്ടും വീണപ്പോഴും എണീറ്റ് നിൽക്കും വരെ ഞാൻ പിന്മാറിയില്ല. നടന്നു തുടങ്ങിയപ്പോൾ ഒരിക്കലും ഈ അഭ്യാസം പറ്റില്ലെന്ന് കരുതിയതാണ്. എന്നിട്ടും തോറ്റില്ല. പടികൾ കയറുമ്പോൾ പലതവണ ഉരുണ്ടു വീണിട്ടും ഞാൻ തളർന്നില്ല. അവിടെയെല്ലാം വിജയം കണ്ട എനിക്ക് വളർന്നു വലുതായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ചെറിയ പ്രതിസന്ധി മുന്നിലെത്തുമ്പോൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, കൂട്ടുകാർ എന്നെപ്പറ്റി അപവാദം പറഞ്ഞാൽ, ഒപ്പമുള്ളവർ പിണങ്ങിയാൽ, ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ, പ്രതീക്ഷിച്ച പ്രണയം നഷ്ടപ്പെട്ടാൽ, ജോലിയിൽ സമ്മർദ്ദമുണ്ടായാൽ, അങ്ങനെ പ്രതിസന്ധികൾക്ക് മുന്നിൽ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതായിരിക്കാം അതിൻ്റെ കാരണം. അന്ന് എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നതേയില്ല. ഏത് പ്രശ്നങ്ങളെയും അനായാസം തരണം ചെയ്യാനുള്ള ഒരു ചോദന അടിസ്ഥാനപരമായി എന്നിലുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഞാൻ വിജയിച്ചു. പിന്നെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും എന്നിൽ അടിച്ചേൽപ്പിച്ച അരുതുകൾ എൻ്റെ സർഗശേഷിയെ തളർത്തിയോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന അനാവശ്യമായിട്ടുള്ള ചിന്ത തുടങ്ങിയതോടു കൂടിയാണ് എൻ്റെ അപാരമായ ശേഷി നഷ്ടമായി തുടങ്ങിയത് എന്ന് തോന്നുന്നു. സമൂഹത്തിൻ്റെ നിയമാവലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശരി എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഉറക്കെ പറയുവാനും പ്രവർത്തിക്കുവാനും ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഇത് ജീവിതമാണ്. അത് നീണ്ട ഒരു പാതയാണെന്നും അതിൽ വളവും തിരിവും കയറ്റവും ഇറക്കവും കല്ലുകളും മുള്ളുകളും തടസ്സവുമൊക്കെ ഉണ്ടാകുമെന്നും അതിനെയൊക്കെ അതിജീവിച്ചാലേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ എന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇന്നും ഉൾക്കൊള്ളാത്തത്? ഇവിടെയെല്ലാം ഞാൻ എന്നത് നിങ്ങളുമാണ്, നമ്മളാണ്. പുതിയൊരു ഉൾക്കാഴ്ചയുമായി നമ്മൾ ഉയർന്നെണീറ്റേ മതിയാകൂ. കുഴഞ്ഞു മറിഞ്ഞ ഈ ജീവിതത്തെ കള്ളികളിലും കണക്കുകളിലും ഒതുക്കി നിർത്തുവാനുള്ളതല്ല. താൽക്കാലിക സന്തോഷമല്ല, ശാശ്വതമായ ആനന്ദമാണ് ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചിരിച്ചും കളിച്ചും ആനന്ദത്തിൽ ആറാടിയും കൊണ്ടു നടക്കേണ്ട ഈ അപൂർവ ജീവിതത്തെ, ഒരേ ഒരു ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളെ വിഷാദത്തിൽ മുക്കിക്കൊല്ലുവാൻ ഇനി നമുക്ക് മനസ്സിലെന്ന് ഉറപ്പിക്കണം. കാരണം നമ്മുടെ ലോകം സൃഷ്ടിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ മാത്രമാണ്.